ബിസിനസ് ബ്രാൻഡിങ്ങിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണല്ലോ പരസ്യങ്ങൾ അല്ലേ? അതെ, പണ്ട് കാലം മുതൽക്കേ അങ്ങനെ തന്നെ. റേഡിയോയിലായിട്ടുണ്ടെങ്കിലും കേട്ട് കേട്ട് അത് പിന്നീട് ടി വിയിലേക്കായി. ടി വിയിൽ വിഷ്വലായിട്ട് നമുക്ക് മെമ്മറീസ് ആയിട്ട് ഒരുപാട് തന്നു. റേഡിയോയിലാണെങ്കിൽ അതുപോലെ തന്നെ. അതെ, കുറച്ചുകൂടെ റിലീജിയസ് ആയിരുന്നു. ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ ആണെങ്കിലും നമുക്ക് പഴയ ആ ഒരു റേഡിയോയിലെ ആർട്സ് ഒക്കെ ആണെങ്കിലും പിന്നീട് അത് ടി വിയിലേക്ക് വന്നപ്പോഴും നമുക്ക് ഇമോഷണലി നല്ല കണക്റ്റഡ് ആയിരുന്നു, നൊസ്റ്റാൾജിക് ആയിട്ട്. ഇപ്പോഴും ചില പരസ്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ അതുപോലെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഭീമ ജ്വല്ലേഴ്സിന്റെ ആണെങ്കിൽ, ഷീമാട്ടിയുടെ ആണെങ്കിൽ, അതുപോലെ സൺലൈറ്റ് സോപ്പിന്റെ പരസ്യങ്ങളൊക്കെ ആണെങ്കിലും. പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ പറയുമ്പോൾ ഡിജിറ്റൽ വേൾഡിലേക്കും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഈ ലെവലിലേക്ക് വന്നു കുറച്ചുകൂടെ. പക്ഷെ അതിനനുസരിച്ച് തന്നെ ടി വിയിലും അതുപോലെ കാണിക്കുന്നുണ്ട്, മെമ്മറീസ് ആയി വരുന്നുണ്ട്. പണ്ടത്തെ ഉജാലയുടെ പരസ്യം കണ്ണടയ്ക്കുമ്പോൾ തന്നെ ആ വിഷ്വൽസ് വരുന്നുണ്ട്. അതുപോലെ പല പരസ്യങ്ങളും അതുപോലെ തന്നെയായിരുന്നു. ഇതിപ്പം ഈ ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നപ്പം ഇപ്പൊ കോയ എന്ന് പറഞ്ഞിട്ടുള്ള ടീംസ് ഒക്കെ ഉണ്ട്. അവരതും യുണീക്കായിട്ട് അവർ ചെയ്യുന്ന ആളുകൾക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. അത് കുഞ്ഞു കുഞ്ഞു മാർക്കറ്റുകൾക്കും അവർ ബിസിനസ് ചെയ്യുന്നവർക്കും ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇനി വരുന്ന വേൾഡ് രണ്ട് വേൾഡായിട്ടും ഒരുമിച്ച് മുമ്പോട്ട് പോകും. കൂടുതലായിട്ട് ഈ ഡിജിറ്റൽ വേൾഡിലേക്കാണ് കൂടുതൽ ആളുകൾ വരുന്നത്. ഇനി മുമ്പോട്ടുള്ളൊരു ഭാവി അതും ഇതിന് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവാം. അതെ, ഇപ്പൊ ഷീമാട്ടിയുടെ ആഡ് ആണെങ്കിലും റീസെന്റ് ഒരു ആഡ് വന്നത്. അതെ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. ആദ്യമൊക്കെ ജസ്റ്റ് സാരി എടുത്തിട്ട് ആ ലെവലിലായിരുന്നു. ഇപ്പൊ റെസ്ലിംഗ് മോഡല് വന്നിട്ട് കുറച്ചും കൂടി ഇംപ്രസ് ആവുന്നത്. നമുക്ക് ഒരുപാട് കണ്ടിരിക്കുമ്പം പാട്ട് കേൾക്കുന്നതിന് കൂടുതൽ ഈ ലെവലിലേക്ക് എത്തി സോഷ്യൽ മീഡിയ. ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ് അഡ്വർടൈസിങ് മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവര് വരെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എന്ന് പറയുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നു, ഇപ്പം ഡിജിറ്റലി എല്ലാ വേൾഡിലേക്കും ഫോണിൽ ഒതുങ്ങി. നാടോടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ലോ പറയുന്നത്. ഏതൊരു ബിസിനസിനും മുന്നോട്ട് വരാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അതെ, കറക്റ്റ് ആണ്. ഇപ്പൊ ബിസിനസ് വളരുന്നുവെങ്കിൽ എന്ത് വേണം? പരസ്യങ്ങൾ വേണം. പരസ്യങ്ങൾ ഏറ്റവും അഫോർഡബിൾ ആയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റലി മാർക്കറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഡിജിറ്റലി മാർക്കറ്റിംഗ് ചെയ്യാൻ ഏറ്റവും കോസ്റ്റ് വളരെ കുറവാണ്. അതുപോലെ ഇതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഇപ്പം പഠിക്കുകയാണെങ്കിൽ കോഴ്സുകൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്. പുതിയ തലമുറകൾക്ക് അത് വലിയ യൂസ്ഫുൾ ആണ്.